ചേട്ടാ, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടുത്ത പരാതി വന്നു. ഇപ്പം പരാതിയിൽ അപ്പോൾ ഈ രണ്ടാമത്തെ പരാതിയിൽ ഇപ്പോൾ ആ പെൺകുട്ടി ഒരു ഇങ്ങനെ പറഞ്ഞു തന്നെ വന്നേക്കുന്നത്, ഒരു പെൺകുട്ടി പരാതി കൊടുക്കാൻ കാണിച്ച ധൈര്യമാണ് എന്നെയും പരാതിയിലേക്ക് എത്തിച്ചതെന്നുള്ള രീതിയിലാണ് ഇപ്പം ആ പെൺകുട്ടി പരാതി കൊടുത്തത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിൻ്റെ ആ കുരുക്ക്, അതായത് അയക്കാൻ ശ്രമിക്കുന്ന കുരുക്ക് ഒന്നുകൂടി മുറുകയല്ലേ ഇപ്പം ചെയ്തേക്കുന്നത്. അതായത് വാസ്തവമല്ല ഇതൊക്കെ. ഇപ്പോഴും രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്തുണ്ടല്ലോ. അപ്പം അവരൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം തന്നെ ചോദിക്കുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയെങ്കിലും ആൾക്കാർ വിശ്വസിക്കുമോ, അല്ലെ ഇപ്പോഴും അതേ വാദത്തിൽ തന്നെ ഇവർ ഉറച്ചു നിൽക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് സംഭവം സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയും. അതായത് ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്യുന്നു, നിരന്തരം കുറ്റകൃത്യം ചെയ്യുന്നു, അതായത് കുറ്റവാളി എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു പ്രത്യേക മോഡസ് ഓപ്പറാൻഡി ഉണ്ടാവും. എന്താ വെച്ചാൽ ഒരു കുറ്റകൃത്യത്തെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയാണ് ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം, അതാണ് അയാളുടെ മോഡസ് ഓപ്പറാൻഡി. അപ്പം ചില അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ചില മോഡസ് ഓപ്പറാൻഡി കാണുമ്പോൾ മനസ്സിലാവും ഇന്ന ആൾ ചെയ്തതാണ് ഇത്. ഉദാഹരണം പറഞ്ഞാൽ ഉപയോഗിക്കുന്ന വെപ്പൺ സെയിം ആയിരിക്കും. അതോടൊപ്പം തന്നെ വീട് കുത്തിക്കയറി അല്ലെങ്കിൽ കുത്തിപ്പൊളിച്ച് കയറിയിട്ട് ആക്രമിക്കുന്ന ഓരോ കള്ളന്മാർക്കും ഓരോ രീതി. കള്ളന്മാർക്കാണെങ്കിലും കുറ്റക്കാർക്ക്, ഈ പറയുന്ന കൊലപാതകങ്ങൾക്കാണെങ്കിലും അവരനുവർത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അത് അവരുടെ ആ ഒരു നമ്മൾ ഹാബിച്വൽ ഒഫൻഡർ എന്നൊക്കെ നമ്മൾ വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആൾക്കാർക്കാണ് അത്തരത്തിലുള്ള രീതി. ഇപ്പൊ റിപ്പർ എന്ന് പറയുന്നത്, റിപ്പർ ചന്ദ്രൻ നമുക്ക് കേട്ടിട്ടുണ്ട്. എന്താണ് റിപ്പർ ചെയ്തുകൊണ്ടിരുന്നത്? തലയ്ക്ക് ചുറ്റിക്കൊണ്ട് അടിച്ചു കൊല്ലുക. അതിൽ നിന്ന് അയാൾ അനുഭവിക്കുന്ന ഒരു സന്തോഷവും ഒരു ആനന്ദവും ഒക്കെ ഉണ്ട്. അപ്പൊ തലയ്ക്ക് അടിച്ച് മാത്രമേ അയാൾ കൊല്ലാറുള്ളൂ. ഇൻ കേസ് കൊന്നു കഴിഞ്ഞാലും അയാളുടെ എന്തെങ്കിലും കാരണവശാൽ ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ മുഖം പൊത്തി കൊലപ്പെടുത്തി എന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെ മുഖം പൊത്തി കൊലപ്പെടുത്തി ഒടുവിൽ അയാൾ ശ്വാസം മുട്ടി മരിച്ചു. പക്ഷെ അപ്പോഴും അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ത്വരയുണ്ട്. അയാളുടെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടറാണ് അത്. ഒരു ഹാബിച്വൽ ഒഫൻഡറുടെ ഒരു രീതിയാണ്. അപ്പൊ അത് വെച്ചിട്ട് ഇയാൾ തലയ്ക്ക് അടിച്ച്, അപ്പം എങ്കിലേ അത് പൂർണ്ണമാവുള്ളൂ. കൊലപാതകം പൂർണ്ണമാവണമെങ്കിൽ ഇയാൾക്ക് തലക്കടിക്കണം എന്ന് പറയുന്ന പോലെ ചില കുറ്റവാളികൾ കാണിക്കുന്ന ഒരു ചെറിയ മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. അങ്ങനെ നിരന്തരമായി ഒരേ മോഡസ് ഓപ്പറാൻഡി ഫോളോ ചെയ്ത് വന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പം റീസെന്റ് ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു പരാതി, ആ പെൺകുട്ടി AICCക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് പ്രിയങ്ക ഗാന്ധിക്കും അതോടൊപ്പം രാഹുൽ ഗാന്ധിക്കും പരാതി അയച്ചിട്ടുണ്ട്, KPCCക്ക് പരാതി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മെയിലായിട്ട് ഈ പെൺകുട്ടി പരാതി അയക്കുന്നു. ആ പരാതിയിലും ഇതേ മോഡസ് ഓപ്പറാൻഡി ഫോളോ ചെയ്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ മോഡസ് ഓപ്പറാൻഡിയെ കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അപ്പോൾ ഒരു ഇൻ കേസ് സോഷ്യൽ മീഡിയ വഴി, ഇപ്പം ഒരു നിരന്തരമായ സംഭവമാണല്ലോ. ഇപ്പം ചിറയൻകീഴ് ഒരു കൊലപാതകം വരെ നടന്ന ഒരു സംഭവമാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരിചയം. ഒരു വിവാഹിതയായ ഒരു പെണ്ണിനെ വീട്ടിൽ കയറി ചെന്നതിന് ശേഷം ആ പെണ്ണിനെ കൊലപ്പെടുത്തിയതിനു ശേഷം തിരിച്ചു പോരുക എന്ന് പറയുന്ന അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, എങ്കിൽ തന്നെ സംഭവം നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം. ഇതൊരു പൊളിറ്റിക്കൽ ലീഡർ ആയതുകൊണ്ടും ചാനൽ ചർച്ചകളിലൂടെ ഈ മുഖം കണ്ട് പരിചയിച്ചതുകൊണ്ടും ആ പെൺകുട്ടിക്കൊട്ട് സംശയിക്കേണ്ടി വന്നില്ല. ഒരാളിങ്ങനെ ഇൻസ്റ്റയിൽ സംസാരിക്കുന്നു, ആ ഒരു പരിചയം പിന്നീട് നല്ല രീതിക്ക് ആ പരിചയം മുന്നോട്ട് പോകുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോയ ആ പരിചയം പിന്നീട് ടെലഗ്രാം നമ്പറിലേക്ക് എത്തുന്നു. ടെലഗ്രാമിലൂടെ വിവാഹ വാഗ്ദാനം നൽകുന്നു. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ടെലഗ്രാമിൽ വിവാഹ വാഗ്ദാനമൊക്കെ നൽകുന്നു. ഒടുവിൽ ഞാൻ ഭയങ്കരമായ പ്രണയത്തിലാവുന്നു. ഈ പ്രണയത്തെക്കുറിച്ച് ആ പെൺകുട്ടി വീട്ടിൽ അവതരിപ്പിക്കുന്നു. അപ്പൊ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ്, ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. അപ്പോൾ അധ്യക്ഷനായിട്ട് എത്തിയിട്ടില്ല. ഈ പെൺകുട്ടി സ്വാഭാവികമെന്നോണം ഈ ഒരു അലയൻസിനെ കുറിച്ച് വീട്ടിൽ അവതരിപ്പിക്കുന്നു. വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ആ പെൺകുട്ടിയോട് പറഞ്ഞത് നടക്കുന്ന കാര്യമൊന്നുമല്ല, കാര്യം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ഒരുത്തനാണ്. അപ്പം വെറുതെ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് നമ്മൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ജോലി എന്ന് പറയുന്ന. ബാക്കി എല്ലാവരും ഈ പറയുന്ന പോലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം പലരും ബിസിനസ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ഏറ്റവും ദരിദ്രന്മാരായ ഈ P. രാജീവ് തന്നെ പറയുന്നത് കേട്ട്, ഏറ്റവും ദരിദ്രന്മാരായ MP-മാരുള്ളത് കേരളത്തിൽ നിന്നാണ്. ബാക്കി എല്ലാവരും ഈ പറയുന്ന പോലെ ബിസിനസ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് സമ്പത്ത് കുമിഞ്ഞു കൂടുന്ന ആൾക്കാരാണ് എന്നുള്ളവരൊക്കെ പറയും. നമ്മുടെ കേരളത്തിൽ വരുമ്പോഴാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ജോലിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഈ നാട്ടുകാരെ പറ്റിച്ചൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് പൈസയൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൂടി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവരങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തീർത്തും ദരിദ്രനാരായണന്മാരായിട്ടുള്ള MP-മാര് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരാണ്. അപ്പം അങ്ങനെ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഇയാൾ അങ്ങനെ ജോലിയല്ല. അപ്പോൾ വീട്ടുകാർ അവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമെന്നോണം അവരുടെ വീട്ടുകാർ പറഞ്ഞു ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നു. ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടാക്ടിക്സ് എന്താണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് നിന്നെ പ്രഗ്നന്റ് ആക്കി കഴിഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കും എന്ന് പറയുന്ന ഒരു ടാക്ടിക്സ് ഉണ്ട്. ഇത് തന്നെയാണ് അദ്ദേഹം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ
ക്രൈമിനകത്തിലെയും കീ എലമെന്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ്. നീ ഗർഭിണിയാക്കിയാൽ ഇപ്പം മറ്റേ വേറൊരു പെൺകുട്ടിയെടുക്കെ കാണിച്ചത്, ഇപ്പൊ പുതിയ പരാതി കൊടുത്തിരിക്കുന്ന ആ പെൺകുട്ടിയുടെ കാണിച്ചത് അത് തന്നെയല്ലേ. നീ ഡിവോഴ്സ്ഡ് ആയതുകൊണ്ട് ചിലപ്പോൾ എന്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല, അതേസമയം നീ പ്രഗ്നന്റ് ആവുകയാണെന്ന് എന്റെ വീട്ടുകാർ സമ്മതിക്കും. അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്നു. ഈ ബെന്നി എന്ന് പറയുന്ന ബിന്നിയോ അങ്ങനെ എന്തോ അല്ലേ, ഫെനി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ആണ് വാഹനം ഓടിച്ചതെന്ന് ആ പെൺകുട്ടി പരാതിയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടി ഒരു ഹോം സ്റ്റേയിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് എത്തിച്ചതിന് ശേഷം കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാകേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ കടന്നു പിടിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയുടെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ശ്വാസമുട്ടലൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പം പെട്ടെന്ന് ഷൂട്ട് ചെയ്തു, ആസ്മ ഷൂട്ട് ചെയ്യുന്നു. ആ സമയത്ത് പോലും ആ പെൺകുട്ടിയെ വെറുതെ വിടാതെ അതിക്രൂരമായ രീതിയിൽ ശരീരത്തെമ്പാടും മുറിവുകൾ ഉണ്ടാകുന്ന തരത്തിൽ ഈ പെൺകുട്ടീനെ അതിക്രൂരമായി റേപ്പ് ചെയ്യുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ജനനേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു ഹാബിച്വൽ ഒഫൻഡർ ആണ്. കാരണം പുള്ളിക്കെതിരായി വന്നിരിക്കുന്ന പരാതികൾ പരിശോധിക്കുമ്പോൾ KPCCയിലും ആണെങ്കിലും അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ നമ്മൾ നോക്കിയ AICCയിലാണെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികളാണ്. 100 എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞു പോകും. അത്രയധികം പരാതികൾ, അതിൽ IAS ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിന് ചെന്നിട്ടുണ്ട്, ഇദ്ദേഹത്തിനെതിരായിട്ട് ചെന്നിട്ടുണ്ട്. അപ്പം പിന്നെ മഹിളാ കോൺഗ്രസിലുള്ള ആൾക്കാർക്കും യൂത്ത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകർക്കും അടക്കം അവരുടെ ഉൾപ്പെടെയുള്ള പരാതികൾ എത്തിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ VS ശിവകുമാർ എന്ന് പറയുന്ന ഒരാളുടെ പിന്നെ സ്വന്തം സഹചാരിയൊക്കെയാണ് നെയ്യാറ്റിങ്കര നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് 50-ലധികം മഹിളകൾ അവിടെ അദ്ദേഹത്തിനോടുള്ള വിയോജിപ്പ് കാരണം രാജിവെച്ച് പുറത്തേക്ക് പോയി. ഇതൊക്കെ കോൺഗ്രസിന്റെ പതനത്തിനാണ് കാരണമായി തീരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാണ് ഷാഫി പറമ്പിൽ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് മാത്രം മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഇവർ തമ്മിൽ പറഞ്ഞറിയിക്കാനാവാത്ത എന്തെങ്കിലും ചില റിലേഷൻഷിപ്പുകൾ ഉണ്ടോ എന്നുള്ളത് പുറത്ത് പറയാൻ കൊള്ളാത്തത് എന്നൊക്കെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ സ്ത്രീകളെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രിഡേറ്റർ എന്ന് പറയുന്ന ലെവലിലേക്ക് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നത്. ചിലർ ഉയർത്തുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ പെൺകുട്ടി ഇതിനെല്ലാം അനുവദിച്ചു കൊടുത്തിട്ട് ചിലർ പണം മോഹിച്ച് ഇതിന് നിന്നുകൊടുത്തതിന് ശേഷം ഒടുവിൽ പണം കിട്ടില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ പരാതിയുമായി മുന്നിലേക്ക് വരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചില രാഷ്ട്രീയ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നു എന്ന അടക്കമുള്ള പരാതികൾ മുന്നിലേക്ക് വരുന്നുണ്ട്. അതിലൊന്നും എനിക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം ഇതിനകത്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതേ മോഡസ് ഓപ്പറാൻഡി ഇദ്ദേഹം നിരന്തരം പിന്തുടർന്നുകൊണ്ട് നിൽക്കുന്ന ഒന്നാണ്. ഇതിനു മുൻപ് ഇതുപോലെ ഒരു ഗർഭഛിദ്രത്തിന്റെ കഥ പ്രചരിച്ചിരുന്നു. ആ സമയത്ത് അത് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചു എന്നുള്ള വാർത്തകൾ നമുക്കറിയാം. ഇതേപോലെ തന്നെ വെള്ളായണിയിൽ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്ക് നേരെ ഇയാൾ അതിക്രമം കാണിച്ചു. അതും ഇത് നമ്മളിപ്പോ ഈ പറയുന്നത് KPCCയിലൊക്കെ പരാതി കിട്ടിയിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് പരാതികൾ പോയിട്ടുണ്ടെന്ന്. ഇപ്പൊ ഈ പരാതികളൊക്കെ അന്നേ അവിടെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ പാർട്ടിക്കുള്ളിൽ തന്നെ ഇത് ഒതുങ്ങി പോവില്ലായിരുന്നു. ഇത് പുറത്തോട്ട് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഈ പരാതികളെല്ലാം നേരത്തെ നേതൃത്വത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ പരാതികള് സോഷ്യൽ മീഡിയയിൽ എത്തുകയും വാർത്തകൾ ആവുകയും ചെയ്തപ്പോഴല്ലേ ഈ കോൺഗ്രസ് നേതൃത്വം ഒരു നടപടി എടുക്കാം എന്നുള്ള തീരുമാനത്തിൽ വരെ നേതാക്കൾ എത്തിയത്. അപ്പൊ ഇവരുടെ മുന്നിൽ ഈ പരാതികൾ എത്തിയ സമയത്ത് എന്തുകൊണ്ട് ഇവരിത് ചെയ്തില്ല? തീർച്ചയായും അങ്ങനെ അതൊരു കാര്യമുണ്ട്. അവർ ചെയ്യില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അതുവരെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചോണ്ടിരുന്ന ആരാണ്? VD സതീശൻ. VD സതീശൻ എങ്ങനെയായിരുന്നു? പാർട്ടിക്കുള്ളിൽ ശക്തനായ നേതാവായിരുന്നു. ഇപ്പോഴല്ലേ VD സതീശന് അങ്ങ് തകർന്നു പോയത്. അതുവരെ VD സതീശൻ ശക്തനായ ഒരു നേതാവായിരുന്നതുകൊണ്ട് തന്നെ VD സതീശന് പിന്നെ ആ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും എല്ലാം സപ്പോർട്ട് ചെയ്യാം. കാര്യം അന്ന് പാർട്ടി നിൽക്കുന്ന VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ 3 പേരിലാണ് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഒരു ഇതായിട്ട് നിന്നത്. നമ്മുടെ കെ സുധാകരനെ പുറത്താക്കിയത് അടക്കമുള്ള നടപടികൾ ഇവരുടെ എല്ലാവരും പ്ലാനിങ് ആയിരുന്നു. അതിനുശേഷമാണ് VD സതീശൻ തെറ്റുന്നത്. VD സതീശൻ എന്തുകൊണ്ടാണ് തിടുക്കപ്പെട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും സംശയം തോന്നാം. സ്വന്തം ഒപ്പം ഉണ്ടായിരുന്ന ഒരാളെ പെട്ടെന്ന് കൈയൊഴിയാൻ കാരണമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന യുവതി അല്ലെങ്കിൽ നടിയായിട്ടുള്ളവർ കൃത്യമായി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടൊരു സാമൂഹ്യ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് VD സതീശൻ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛനെ പോലെ ഞാൻ കാണുന്ന ഒരു നേതാവാണ് എന്ന് ആ യുവതി വെളിപ്പെടുത്തി കഴിഞ്ഞു. അത്രയും ബന്ധം VD സതീശനുമായി തനിക്കുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കി കഴിഞ്ഞപ്പോൾ VD സതീശന് പിന്നെ മാർഗമില്ല. കാര്യം എന്താ? ഈ റിനി ആൻ ജോർജ് സ്വന്തം മണ്ഡലത്തിൽപ്പെട്ടതാണെന്നേ. പറവൂർ എന്ന് പറയുന്ന മണ്ഡലത്തിലുള്ളതാ. അപ്പൊ പറവൂർ മണ്ഡലത്തിലുള്ള ഒരു യുവതിയുമായി യുവതി VD സതീശൻ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, സതീശനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞപ്പോൾ VD സതീശന് സ്വന്തം മുഖം രക്ഷിച്ചേ പറ്റൂ. കാര്യം വീണ്ടും പറവൂരിൽ ഇറങ്ങി നിൽക്കേണ്ടതാണ്, മത്സരിക്കേണ്ടതാണ്. തനിക്ക് മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആഗ്രഹം VD സതീശൻ ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് തൻ്റെ വിജയത്തിന് ഒരു ശോഭ കെടുത്തുന്ന ഒന്നായി തീരുമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് വി ഡി സതീശൻ. അതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ വേഗത്തിലൊരു നടപടി അന്നുണ്ടായത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല, അല്ലാതെ ധാർമ്മികതയോ അല്ലെങ്കിൽ പാർട്ടിയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതോ ഒരു തേങ്ങയോ അല്ല ഇവിടെ. പറയല്ലോ ഞങ്ങൾ മറ്റ് മാതൃകാപരമായ നടപടി, ഒരു മാതൃകയില്ല. എന്ത് മാതൃകാപരമായ നടപടി? ഈ കാര്യങ്ങളെല്ലാം ഇത്ര കാലം ഒളിപ്പിച്ചു വെച്ചോണ്ട് അതാ ഞാൻ ചോദിച്ചത്, ആദ്യമേ ചോദിച്ചത് മാതൃകാപരമാണെങ്കിൽ ഇവർക്ക് ഇത് പാർട്ടിക്കുള്ളിൽ നേരത്തെ തീരുമാനമാക്കായിരുന്നല്ലോ. നേരത്തെ തീരുമാനമാക്കായിരുന്നു. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നാൽ ഇവൻ പ്രൊട്ടക്ട് ചെയ്യപ്പെടുമെന്നൊരു തോന്നൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം ഉണ്ടായിരുന്നു. കാര്യം അതുവരെ ഷാഫി പറമ്പിൽ മിണ്ടിയിട്ടില്ല, വി ഡി സതീശൻ മിണ്ടിയിട്ടില്ല, ഇതൊക്കെ അറിയാമായിരുന്നിട്ട് പോലും. അപ്പം അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരിക്കലും അവരെത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും ഇതൊരു മാതൃകാപരമായ നടപടി ആയിരുന്നില്ല. അത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം എടുത്ത നടപടിയാണ്. അത് കെ മുരളീധരൻ പറഞ്ഞാലും ശരി, പിന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നാലും, ഇനി ഏതൊക്കെ ആൾക്കാർ വന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ മനസ്സിലാക്കുന്ന ഘട്ടം അത് മാത്രമാണ്. ഇത് മാതൃകാപരമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ നടപടി ഉണ്ടാവണം. ഈ പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിൽ റിനി ആൻഡ് ജോർജിനെ വെളിവട്ടത്തോട്ട് വിടാൻ പാടില്ലായിരുന്നു. പുറത്തെത്തുന്നതിന് മുൻപ് ഈ പറയുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം പാർട്ടിക്കുള്ളിൽ നിന്ന് കണ്ടെത്തേണ്ടതായിരുന്നു. അതിന് ശ്രമിച്ചില്ല. ഈ പറയുന്ന എല്ലാവരും നല്ല ആൾക്കാരൊന്നുമല്ല. കോൺഗ്രസിനകത്തുകൊണ്ട്, കമ്മ്യൂണിസ്റ്റിനകത്തുകൊണ്ട്, ബി ജെ പിക്കകത്തുകൊണ്ട് ഇമാതിരി പരിപാടി കാണിക്കുന്ന ആൾക്കാർ. പക്ഷെ എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചാൽ മൂടി വെക്കപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അല്ലാതെ ഇതൊക്കെ പരിഹാരം അവിടെ കാണുന്നുണ്ട്, പരിഹാരം പാർട്ടിക്കുള്ളിൽ കാണുന്നുണ്ട്. കൃത്യമായി വാൺ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പരാതി, ഒരു പെൺകുട്ടിയുടെ പരാതി ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് മറ്റ് രണ്ട് പാർട്ടികളും കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് പരിശോധിച്ചാൽ മതി. ഇവിടുന്ന് രാഹുൽ മാങ്കൂട്ടത്തില് ഈ ബി ഡി സതീശനുമായിട്ട് തെറ്റി അങ്ങോട്ട് മാറി നിന്നപ്പോൾ എത്ര ആൾക്കാരുണ്ട് ഈ രാഹുലിനെ പൊക്കിക്കൊണ്ട് നടക്കാൻ? എത്രയധികം ആൾക്കാരാ അവന് വേണ്ടി പണിയെടുക്കാൻ. ഒരു PR ടീം തന്നെ ഇല്ലേ? ഒരു PR ടീം ശരിക്കും പറഞ്ഞാൽ ഈ PR ടീം കാരണമാണ് ഇപ്പോൾ ഈ വിഷയം ഇത്രയും അവര് തന്നെ സ്വന്തം പല്ലിന്റെ ഇട കുത്തി മണപ്പിച്ചു എന്ന് പറയുന്നത് പഴഞ്ചൊല്ല് പോലെ. ഈ പറയുന്നത് ഈ പെൺകുട്ടികൾ ആദ്യം ആരോപണം ഉന്നയിച്ചു. അവർ എങ്ങനെയോ കുറെ നാൾ അവർ സൈലന്റ് ആയിട്ടിരുന്നു. പക്ഷെ അവരെ പരാതിയിലേക്ക് എത്തിച്ചത് ഇതേ PR ടീം തന്നെയാണ്. അതെ, ഈ പറയുന്ന പരാതി ഉയർത്തുന്നവരെ അതുപോലെ പ്രൊവോക്കേറ്റ് ചെയ്യാണ്. അതുപോലെ പ്രൊവോക്കേറ്റ് ചെയ്തിട്ടും അത് വളരെ മോശമായിട്ടും ഇങ്ങനെ പറയുമ്പോൾ ആ പരാതിയുമായിട്ട് പോവാൻ അവരെ നിർബന്ധിക്കുകയാണ് ശരിക്കും. അത് തന്നെയല്ലേ പറഞ്ഞത്. നിരന്തരം ഇങ്ങനെ പ്രകോപിപ്പിച്ച് ആ പെൺകുട്ടിയെ കൊണ്ട് പരാതിയിൽ വരെ എത്തിച്ചതാരാണ്? ഇവര് തന്നെയാണ് എത്തിച്ചത്. പ്രൊവോക്കേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ നിരന്തരമായി പറഞ്ഞ് ഒടുവിൽ നാണം കെടുത്തി. ഈ പറയുന്ന കഴിഞ്ഞ ദിവസം കെ കെ രമ പറഞ്ഞു ഇവനെ ഇനിയും ഒരു കാരണവശാലത്ത് വെച്ചുകൊണ്ടിരിക്കരുത്, MLA ആയി തുടരാൻ യോഗ്യതയില്ല, രാജിവെപ്പിക്കണം എന്ന് തന്നെയാണ് കെ കെ രമ പറഞ്ഞത്. അപ്പൊ ഇവർക്ക് എല്ലാവരുടെയും ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ രാഹുൽ അനുകൂലികളല്ലാത്ത ഒരു വലിയ വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കണ്ടകശനിയാണ് കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നത്. അത് ദുരന്തമായി തന്നെ മാറുകയും ചെയ്യും. ഈ പറയുന്ന പോലെ പിന്നെ 100 സീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ പലപ്പോഴും പൊങ്ങച്ചു പഠിക്കാറുണ്ട്. അത് നടപ്പ് കാര്യമൊന്നും അല്ല, അത് നടക്കാനും ഇട്ട് പോകുന്നില്ല. അപ്പം പിന്നെ ഇതിനകത്ത് പ്രധാനമായും ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടി വേണ്ട രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. ഓരോ പരാതികൾ ഉയർന്നു വരുന്ന സമയത്തും ആ പരാതികളെ കുറിച്ച് മനസ്സിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ താക്കീത് ചെയ്യുകയും വേണം. പക്ഷെ താക്കീത് ചെയ്യുന്നതുകൊണ്ട് ഇവൻ നിൽക്കത്തില്ല. കാരണം ഇവനൊരു ഹാബിച്വൽ ഒഫൻഡറാണ്. എന്ന് വെച്ചാൽ ഇത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ മാറി പോകുന്ന ഒരു എല്ലാ പെണ്ണുങ്ങളെടുക്കലും സ്വീകരിക്കുന്ന ഒരു സ്ഥിരമായ ഒരു മോഡസ് ഓപ്പറാൻഡി ഇവൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ കീപ്പ് ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും പെൺകുട്ടികൾ ഇവന്റെ വലയിൽ വീണതും, കൃത്യമായി പറഞ്ഞാൽ. കാരണം എല്ലാ പെൺകുട്ടികളും ഇവനെ അല്ലെങ്കിൽ ഇവനോടൊപ്പം നിൽക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഒന്ന് ചെറുപ്പമാണ്. ഇതിന് 30-34 വയസ്സങ്ങണ്ടല്ലേ ഉള്ളൂ. ഈ പറയുന്ന 30 വയസ്സ് മുതൽ ഇവൻ ഈ പണി 30 ഇവന്റെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 30 ഒന്നും ആയിരിക്കില്ല. അതിന് മുമ്പ് തന്നെ ഇവൻ ഈ പണി തുടങ്ങി കാണും. അപ്പോൾ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഇവനെ അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു പൊളിറ്റിക്കലി നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പെൺകുട്ടി എടുക്കുക വന്നിട്ട് സ്നേഹത്തോടെയും സരളമായി സംസാരിച്ച് വേണ്ട കെയറൊക്കെ കൊടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഏതൊരു പെൺകുട്ടിയും വളയുന്നേ. അത് പൊതു തത്വമാണത്. അപ്പോൾ അങ്ങനെ കാര്യം പലപ്പോഴും ഈ കെയർ ചെയ്യുക എന്ന് പറയുന്ന പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ കെയർ ചെയ്ത് ഇവിടെ വരെ കൊണ്ട് എത്തിച്ചു. അപ്പൊ ഈ ഒരു പെണ്ണ് വിചാരിക്കുന്നത് എന്താ? എല്ലാം പ്രേമമായിരുന്നു. അപ്പം മറ്റേ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ വിചാരിക്കുന്നത് ഇവൻ എന്നോട് മുടിഞ്ഞ പ്രേമമാണ്, എന്നെ കെട്ടും. അപ്പം ഇവിടെ സ്വാഭാവികമായി ഇന്നത്തെ ഘട്ടത്തിൽ ഇപ്പോൾ ഒരു ലിവിങ് ടുഗദർ പോലും അത്ര അല്ലെങ്കിൽ നിയമപരമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇന്ന് ഏതൊരു പെണ്ണിനും ആണിനും എവിടെയും എങ്ങനെ വേണേലും ഒരു ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും എന്നൊരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയും, പക്ഷേ ഇതിനകത്ത് ഇവൻ കീപ്പ് ചെയ്യേണ്ട ചില ധാർമ്മികമായ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പാർട്ടി തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം ഇല്ലാതെ പോയി.
ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന വളരെ പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്ന ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പോലും വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ അത് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ശിരസ വഹിക്കുകയാണ് എപ്പോഴും ഒരു പാർട്ടി പ്രവർത്തനമാണ് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്. ഇത് അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കാര്യമേ അവന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. അവൻ സ്വന്തം കിട്ടിയ അധികാരത്തെ അവൻ ദുർവിനിയോഗം ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഹാബിച്വൽ ഒഫൻഡർ എന്നതിനപ്പുറത്തേക്ക് ഈ വെള്ളപൂശി കാണിക്കുന്നവരൊക്കെ വെറും മഠയന്മാരാണ്, മണ്ടന്മാരാണ്. ഉള്ള കാശ് മേടിച്ചിട്ടുകൊണ്ട് പെണ്ണുങ്ങളെ കുറ്റം പറയുന്ന എന്താ പറയാ ഒരു മെയിൽ ഡോമിനിസത്തിന്റെ മെയിൽ ഷോവനിസ്റ്റുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ളപൂശുകയും അതിജീവിതമാരെ ഇമാതിരി തോന്നിയാസം പറഞ്ഞു നടക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.